ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ളൊരു സ്റ്റഡി റുട്ടീനും അതോടൊപ്പം കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ടിപ്സ് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ട് നമ്മുടെ റുട്ടീന് സാധാരണ പോലെ തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു മിസ്റ്റേക്ക് അല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു കുറ്റബോധമാണ്, എനിക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നില്ലല്ലോ, എനിക്കൊരു ക്ഷമയില്ലല്ലോ, എന്തൊരു വേഗം എനിക്ക് ദേഷ്യം വരണേ എന്നൊക്കെ എനിക്ക് പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ തോന്നാറുണ്ട്. കാരണം എനിക്ക് പഠിക്കാനായിട്ട് ഇഷ്ടമാണെങ്കിലും കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കാനുള്ള അത്ര കഴിവുള്ള പോലെ എനിക്ക് തോന്നാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. പല അമ്മമാരും അതുപോലെ തന്നെയുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമോ കുറവോ ഇതായിട്ടൊന്നും വിചാരിക്കേണ്ട. നമുക്ക് സപ്പോസ് പഠിപ്പിക്കാൻ അത്ര നന്നായിട്ട് കിട്ടണില്ല, ഇപ്പോൾ ഒട്ടും പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇപ്പോൾ ട്യൂഷന് വിട്ടിട്ട് അവർക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വിടണോണ്ടും ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള ക്ഷമയോ ആ ഒരു ടാലൻറ്റോ ഉണ്ടാവണമെന്നില്ല. എനിക്ക് അങ്ങനെ തോന്നാറില്ല എന്നെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ പറയണത് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ കുട്ടികളും ഓരോ ക്യാരക്ടറായിരിക്കും. ഇപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടും ക്രാഫ്റ്റുമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒരാൾക്ക് പാട്ട് അല്ലെങ്കിൽ വായന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ഒരാൾക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് പാട്ടാണ്. അപ്പോൾ പഠന കാര്യത്തിലും എല്ലാ കുട്ടികൾക്കും വ്യത്യാസമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും വരാം. ചിലർ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് തന്നെ പഠിക്കും, വാക്കുകളായാലും ഒക്കെ. ചിലർ പെട്ടെന്ന് പഠിക്കില്ല, വളരെ സ്ലോ ആയിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ രണ്ട് മക്കളും രണ്ട് ടൈപ്പ് സ്വഭാവമായതുകൊണ്ട് എനിക്കറിയാം അവരുടെ പഠന രീതി. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുമ്പോഴും ഞാനെപ്പോഴും അത് മനസ്സിൽ വെക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ പഠിക്കും, നന്നായി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, പഠിക്കാതെ കിട്ടാത്ത കുട്ടികളായിക്കോട്ടെ, എപ്പോഴും നല്ലൊരു റുട്ടീൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഡിസിപ്ലിനായിട്ട് പഠിക്കാനും നമുക്കും സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ റുട്ടീനിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ക്ലാസ് വിട്ട് വരുന്ന സമയം ഓരോരുത്തർ ഓരോ രീതിയാവും. 4:30, 4:45 അങ്ങനെ പല സമയമൊക്കെ ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ കാര്യം പറയാനായിട്ട് കുറച്ച് സമയം കളിക്കാനായിട്ട്, എന്തായാലും കളിക്കാനും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യത്തിന് ഒന്ന് കുറച്ച് നേരം വിടുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അപ്പം തന്നെ പഠിപ്പിക്കാതിരുത്തി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി പഠിക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മോളോട് ആദ്യം തന്നെ ചോദിക്കും എന്തൊക്കെയാണെന്ന് ക്ലാസ്സിലെടുത്തത്. അവൾ വിശേഷങ്ങളൊക്കെ പറയും. നന്നായി വർത്താനം പറയുന്ന കുട്ടികളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറയും. ചിലർ അധികം സംസാരിക്കില്ലെങ്കിൽ ഒന്നും പറയില്ല, ഒരു വിശേഷവും ഇല്ല എന്ന് പറയുള്ളൂ കേട്ടോ ചിലപ്പോൾ. അതുപോലെ തന്നെ അവർക്ക് ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ സാധാരണ മെസ്സേജ് വരാറുണ്ട്, എന്താണ് പഠിപ്പിച്ചതെന്നും ഹോംവർക്ക് ഉണ്ടെങ്കിലോ വായിക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വരും. അങ്ങനെ വരണില്ലെങ്കിൽ കൂടി നിങ്ങൾ കുട്ടികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണതാവും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാം മനസ്സിലാക്കി എന്താണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, എനിക്ക് ഭയങ്കര കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന സ്വഭാവം ആയതുകൊണ്ടും മോളും ചിലപ്പോൾ മറന്നു പോവും എന്നുള്ളത് കൊണ്ട് ഒരു കുഞ്ഞ് ബുക്ക് വെച്ചിട്ട് അതിൽ എന്തൊക്കെ സബ്ജക്ട്സ് അന്ന് പഠിപ്പിച്ചു എന്നുള്ളത് ഷോർട്ടായിട്ട് അവളെ കൊണ്ട് തന്നെ ഞാനിങ്ങനെ എഴുതിപ്പിക്കുകയാണ്. തീരെ കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം, ഇല്ലെങ്കിൽ അവളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് അതൊക്കെ വെക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ഭാവിയിലായാലും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് മറക്കാതെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് പഠിച്ച് കഴിയുമ്പോൾ ടിക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനും സന്തോഷമാണ് കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം ഞാൻ ചെയ്യണ കാര്യം. അവരോട് ചോദിച്ച് മനസ്സിലാക്കും ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടായത്. അങ്ങനെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് നിന്ന് സന്തോഷമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഇരുത്താറ്. അപ്പോൾ അധികം സംസാരിക്കാത്തവരായാലും നമ്മളൊന്ന് പതുക്കെ മോട്ടിവേറ്റ് ചെയ്യുക. അവർ ഇറിറ്റേറ്റ് ആക്കേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ട് മലയാളം, ഇംഗ്ലീഷും മാത്സ് അവൾക്കന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തലേദിവസം പഠിപ്പിച്ചതിൻ്റെ കുറച്ച് എനിക്ക് അവളെ കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്ത് നോക്കണതുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഡെയിലി കുറച്ച് നേരം ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. കുട്ടികൾക്ക് അത്ര താല്പര്യമില്ലാത്ത വിഷയം കുറച്ച് സമയം ഒന്ന് എക്സ്ട്രാ പഠിപ്പിക്കാൻ നോക്കുക. ബാക്കി എളുപ്പമുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടത് വേഗം പഠിക്കും. പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ളത് അത്ര പെട്ടെന്ന് ആർക്കും പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടൈം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അടുത്ത കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ അവളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പോർഷൻ അവൾക്ക് എഴുതാനായിട്ടൊരു ചോദ്യം ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ, അത് പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ തനിയെ എഴുതി വരട്ടെ. അപ്പോൾ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ മനസ്സിലാക്കാനോ അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ
ഫോൺ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ടി വിയുടെ അവിടെ പോയിരിക്കാതിരിക്കുക, നമ്മൾ കുറേ വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിക്കുക. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ സമയത്ത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം ഞാൻ ആ ജോലിയിൽ അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവർ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ ശ്രദ്ധയും ക്ഷമയൊന്നും കിട്ടാറില്ല. അപ്പോൾ അവൾ ടെസ്റ്റ് പേപ്പർ എഴുതിക്കൊണ്ട് വന്നു. കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നോക്കി എന്നിട്ട് എഴുതി പഠിക്കാൻ പറയുകയാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എഴുതി പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ച് പഠിച്ചാൽ മതിയോ, എഴുതിയിട്ട് എന്തിനാ, എനിക്ക് വായിച്ചാൽ കിട്ടും, അങ്ങനെയൊക്കെ കുറേ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, എഴുതി പഠിക്കാതെ പറ്റില്ല, എഴുതിയാലേ ഞാൻ അക്ഷരത്തെറ്റില്ലാണ്ട് വരുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് സന്തോഷമാക്കി വെച്ച് നമ്മളൊരു സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കുക, വെരി ഗുഡ് എന്ന് എഴുതി കൊടുക്കാം. ഇങ്ങനത്തെ സ്റ്റാമ്പ് വാങ്ങി വെച്ചാൽ സ്റ്റാമ്പ് ഇങ്ങനെ പല പല ഡിസൈനിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ കുറച്ച് ഹാപ്പി ആവും. അങ്ങനെ അവരെ മൈൻഡ് ഡൈവേർട്ട് ആക്കാൻ നോക്കുക, എന്നിട്ട് എഴുതിപ്പിക്കുക എങ്ങനെയെങ്കിലും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ഹോംവർക്ക് കഴിയുമ്പോൾ മലയാളം എന്താണ് പഠിക്കുന്നത് വെച്ചാൽ അത് ടിക്ക് ഇട്ടു. ഇനി അവൾക്ക് മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കണം. അപ്പോൾ അതാണ് അവളുടെ നെക്സ്റ്റ് ടാസ്ക്. അവൾ വേഗം ടിക്ക് ഇട്ട് വെച്ചു കേട്ടോ വായിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്തായാലും അവളത് വായിക്കുന്ന നേരം കൊണ്ട് എനിക്ക് വേറൊരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ മാത്സിന് വേണ്ടി ഇട്ട് കൊടുക്കണം അവൾക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റിനും ഓരോ നോട്ട് ബുക്ക് വെച്ചിരിക്കാം, മലയാളത്തിനും ഇംഗ്ലീഷിനും അങ്ങനെയൊക്കെ. ഞാൻ ഇസയ്ക്ക് ആദ്യം അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ലൊരു മെത്തേഡാണ്. പ്രത്യേകിച്ച് ഹാൻഡ് റൈറ്റിംഗ് അത്രയ്ക്കൊക്കെ നന്നായിട്ട് എഴുതാത്തവർക്കൊക്കെ വീട്ടിലും അങ്ങനത്തെ ബുക്കിൽ തന്നെ എഴുതി പഠിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതാനൊക്കെ പറ്റും. അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ എഴുതിപ്പിച്ച് ശീലിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാത്സ് അവൾക്ക് കുറച്ചിങ്ങനെ ചെയ്ത് പഠിക്കണം, എന്നാലാണ് അവൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മാത്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എൻ്റേതായ രീതിയിൽ എഴുതിയൊക്കെ കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബുക്ക് യൂസ് ചെയ്യാം. അതിലും മോർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ചും കൂടി കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. അവധി ദിവസമൊക്കെയാണ് സാധാരണ അത് പഠിക്കാൻ നേരം കിട്ടാറുള്ളൂ. സ്കൂളിലത്തെ തന്നെ പഠിച്ച് എഴുതിയൊക്കെ വരുമ്പോൾ ഏതാണ്ട് ടൈം ആവും. അപ്പോൾ ഞാൻ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുള്ളായിട്ടൊക്കെ വരച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അമ്മേ ഇതെന്തൊരു വലുതാണെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ പരാതിയൊക്കെ പറയൂ കേട്ടോ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും എഴുതി തുടങ്ങുമ്പോൾ പിന്നെ ഓക്കെ ആയിക്കോളും. അപ്പം നമ്മൾ ഇടയ്ക്ക് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി നോക്കുക. അപ്പോൾ അവർക്കത് തറവാവും പഠിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 5-6 ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ട് എഴുതി കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇസയും ചോദിക്കൂട്ടോ എനിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുമോ, എനിക്കിഷ്ടമാണ് അമ്മ പഠിപ്പിക്കാതിരിക്കുന്നത്. കാരണം അവൾ ഒറ്റയ്ക്ക് പഠിക്കാതിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാനായിട്ടും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അവളിരുന്ന് മലയാളം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പോയം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഉണ്ടാക്കിയൊക്കെ എന്തോ വായിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന ഡയലോഗ്സ് ഒന്നും ഇതിലിടുന്നില്ല. കാരണം ഈ സംസാരിക്കുന്ന പോലെയല്ലേ ഇങ്ങനെ ബില്ലിങ്ങിനെ ഉറക്കെ ഞാൻ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ മലയാളം ടെക്സ്റ്റും നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങളുടെ മലയാളത്തിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം. കുറേ പഠിപ്പിച്ച് തുടങ്ങിയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടിപ്സും മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഓക്കെ, നമ്മൾ മലയാളം പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇംഗ്ലീഷ് വായിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്തത് പഠിക്കാനൊരു ഇംഗ്ലീഷായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ബ്രൂണോ എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുടെ ചാപ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പുതിയ പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ സാധാരണ അവളധികം നമ്മൾ സംസാരിക്കാത്തതും കേൾക്കാത്ത കുറച്ച് വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറ്റാവുന്ന ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നത് കുറച്ചും കൂടി നന്നാവും. കാരണം അല്ലെങ്കിൽ അവരങ്ങനെ സംസാരിക്കാനായിട്ട് പലപ്പോഴും കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. എഴുതാനായാലും സ്പെല്ലിങ്സൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടും, പക്ഷേ വാക്കുകൾ പറയാനോ സെൻറ്റൻസ് പറയാനോ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ പറയാം. പക്ഷേ എനിക്ക് എപ്പോഴും എന്താ ഉണ്ടാവുമെന്ന് വെച്ചാലേ ഞാൻ സംസാരിക്കൂട്ടോ ഇംഗ്ലീഷിൽ, കുറേ കഴിഞ്ഞ് ഇവർ കുറുമ്പൊക്കെ കാണിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ചീത്ത പറയാനായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മലയാളമാവും. അപ്പോൾ ഇവരെന്നെ കളിയാക്കും. അത് ഞാൻ ഇംഗ്ലീഷിലൊക്കെ വഴക്ക് പറയാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയൊക്കെ കോമഡി ആവലാണ് പതിവ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമല്ലേ ചെറിയൊരു കാര്യം. അപ്പോൾ അവൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് കൊടുത്തിട്ടുണ്ട്. ആദ്യം അവൾക്ക് പേപ്പർ കണ്ടപ്പോൾ ഒന്ന് കണ്ണ് തള്ളി, പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ എഴുതാം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എഴുതി തുടങ്ങിയപ്പോൾ ഹാപ്പി ആയിട്ടോ. അപ്പോൾ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആൻസേഴ്സൊക്കെ എഴുതി. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഏതൊരു സബ്ജക്റ്റിനും ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കാം. എക്സാം ടൈമിലൊക്കെ ഇട്ട് കൊടുത്താൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇങ്ങനെയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ലേബർ ഇന്ത്യയുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കൊടുത്താലും അതിൽ നോക്കിയിട്ട് അവർ ചെയ്ത് കൊടുക്കും. പിന്നെ കൂടുതലും മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ 2-3 കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുമ്പോൾ എൻ്റെ മോൾക്ക് കുറച്ചും കൂടി മനസ്സിലായത് അങ്ങനെ പഠിപ്പിച്ചപ്പോൾ. അവൾക്ക് മാത്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസൊക്കെ വെച്ച് കാണിച്ച് അങ്ങനെയൊക്കെ കാണിച്ചപ്പോഴാണ് അവൾക്ക് മാത്സ് ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഓരോ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ലാംഗ്വേജസ് ആയിരിക്കും ഇഷ്ടം, മലയാളം ഇംഗ്ലീഷോ അതൊക്കെ, ചിലർക്ക് മാത്സ് ആയിരിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പെട്ടെന്ന് അവർ പഠിക്കും. പക്ഷേ അത്ര ഇഷ്ടപ്പെടാത്തത് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ ചെയ്താലാണ് അവർ പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ പേപ്പർ കറക്റ്റ് ചെയ്യാണ്, കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൾക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, അയ്യോ തെറ്റ് പറ്റിയെന്ന്, അബദ്ധത്തിലൊക്കെ തെറ്റിപ്പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണി 8:15 കൂടി 8:15 കഴിയുമ്പോഴേക്കും പഠിച്ച് ഏതാണ്ട് കഴിയും. മാക്സിമം 8:30, അതിലും വിട്ടിട്ട് പോകാറില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുന്ന ടൈം 6:30 അല്ലെങ്കിൽ തന്നെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് നേരം പോയി 7 മണിയാവും. അങ്ങനെ വരുമ്പോൾ ലേറ്റ് ആവുള്ളൂ. പിന്നെ അതിലും വിട്ടിട്ട് കുറേ ടൈം പഠിക്കാനായിട്ട് ഇരിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമാവും, മടുക്കും അവർക്ക്. എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമില്ല. മാക്സിമം ഇരിക്കുന്ന സമയം നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ടി വി കാണുകയും കളിക്കുകയും ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായി വേഗം കിടന്ന് ഉറങ്ങുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ നടന്ന് വേഗം ഉറങ്ങുക. കാരണം എനിക്ക് മക്കൾ ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുള്ള ദോഷങ്ങൾ അറിയണോടെ പറയണ വേഗം തന്നെ ഉറങ്ങുക. അപ്പോൾ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, ബാഗൊക്കെ ഒതുക്കി വയ്ക്കുക, പിന്നെ പെൻസിലൊക്കെ ചെത്തി വെക്കുക, ബോക്സിൽ എല്ലാ ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ അവൾ തന്നെ ചെയ്തോളും. ഞാൻ പക്ഷേ ഇങ്ങനെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ, വെക്കി അത് വെക്കി ഇത് വെക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വെക്കും. ചിലപ്പോൾ ഞാനൊരു ദിവസം ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നോക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെ നമ്മൾ ഓർമ്മിപ്പിക്കാണ്ട് പറ്റില്ലല്ലോ, അവർ ചെറുതല്ലേ. അപ്പോൾ അങ്ങനെ ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ സ്റ്റഡി റുട്ടീൻ കഴിഞ്ഞു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനിരിക്കാനൊന്നും സമയമൊന്നും കിട്ടാറില്ല. കൂടുതലും ഈ വൈകുന്നേരം നേരത്തെ തന്നെയാണ് പഠിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ പഠിക്കാനായിട്ട് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് പഠിക്കാം. പഠിക്കാൻ അധികമാവും തോറും നമ്മൾ പഠിക്കുന്നതിൻ്റെ സ്പീഡും ഇതൊക്കെ കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ടിപ്സ് എൻ്റെ അടുത്ത് പറയണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അറിയാൻ, എന്താണ് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച, അവർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയമൊക്കെ പഠിപ്പിക്കാൻ കണ്ടുപിടിച്ച സൂത്രങ്ങളും ക്ഷമ കിട്ടാനുള്ള ഐഡിയാസും ഇതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നാളെ വരുന്നതായിരിക്കും. മിക്കവാറും കുട്ടികളുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. നിങ്ങൾ കുറേ പേര് കിടന്ന് പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ നല്ല കൂട്ടുകാർക്കും ബൈ ബൈ.